അച്ചായ വല്ലാണ്ട് പേടിച്ചു പോയി. രാത്രി കിടന്ന മനുഷ്യർ ഉറക്കം വരണ്ടേ, മര്യാദ നിർത്തിച്ചോ. എടാ നല്ല ത്രില്ലിംഗ് ആയിട്ടാ, അങ്ങ് കാണടാ. പാടിയും നിങ്ങളതൊന്ന് വെക്ക്, നമുക്ക് കാണാം. ഇല്ലടാ വെക്കുന്നേ കാണാം. ആന്റി ആന്റി, എന്താ മക്കളെ, എന്താ കാര്യം? ആന്റി ഇത് കണ്ടോ? എന്താ നാളെ കഴിഞ്ഞ് പരീക്ഷ തുടങ്ങാ, ഒരെണ്ണത്തിനൊരു ഉത്തരവാദിത്തം ഉണ്ടോ നോക്കിയേ. പഠിക്കണം, മാർക്ക് വാങ്ങണം, ഒന്നുമില്ല. മാർക്ക് വരുമ്പോ അറിയാലോ, എല്ലാം തോറ്റ് കിടക്കും. അത് നേരാണല്ലോ, നിങ്ങളുടെ എക്സാം അല്ലേ, എന്നിട്ട് ഇരുന്ന് പഠിക്കും മക്കളെ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്ടി. പിന്നെ അല്ല, കണ്ടോ, നിങ്ങൾ എല്ലാ മാസം മുന്നേ കണ്ടു പഠിക്കണം. അവന് പഠിക്കണം പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ചിന്ത, കേട്ടോ. അമ്മക്കൊരു കാര്യം അറിയോ, ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും നല്ല മാർക്കോട് പാസ്സായി, ഇവ മാത്രമാണ് തോറ്റത്. അത് ശരി, അല്ലാണ്ടി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതാ. എന്തായാലും എല്ലാവരും കൂടി ഇല്ലേ, ഇരുന്ന് പഠിക്കും. എന്റെ പൊന്നമ്മ കഷ്ടമുണ്ട്, ഇന്നും കൂടി ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ പ്ലീസ്. അതാണ്ടി വീട്ടിലും പഠിച്ച് പഠിച്ച് പഠിക്ക്, കുറച്ചു നേരം ഒന്ന് സന്തോഷത്തോടെ ഇരുന്നോട്ടെ പ്ലീസ് ആന്റി. ആന്റി പിള്ളേര് പറയാനല്ലേ, തലക്കാലം വെറുതെ വിട്ടേക്കാല്ലേ. ശരി ശരി, എന്താന്ന് വെച്ചാ ചെയ്യ്. പക്ഷെ ആന്റി ടി വി കാണണ്ടെന്ന് പറ. അതെന്താടാ, പൊട്ട സിനിമയൊക്കെ കണ്ടിട്ടേ ഇവിടെ മാർക്ക് വഷളായി പോവാണ്ടി. എല്ലാം വിട്ടോ, പുറത്തുപോയി കളിക്കും ഇവനെ കൊണ്ട്. ഏതാ ബാക്കി വെക്ക്, നമുക്ക് കാണാം. അമ്പളെ വിളിച്ച് ഇതെങ്ങാനും പോസ്റ്റ് മാറ്റിയ മക്കളെ, അപ്പം ഞാൻ ആന്റീനെ വിളിക്കും. എടാ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാടാ? അതെ എന്ത് രസമായിരുന്നു. എടി പേടിയൊന്നുമല്ല, നല്ലൊരു ഭയം. എടാ എന്തേലൊക്കെ കാണണ്ടേ? എടി വൈകുന്നേരം ആയില്ലേ, എടി മായക്കണ്ണനുണ്ട്, നമുക്കത് കാണാം.